السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു വിശുദ്ധ റമളാനിന് കൂടി സാക്ഷിയാകാനും ആ റമളാനിലെ ഏകദേശം ഒരാഴ്ചയോളമുള്ള നോമ്പ് നോറ്റുവീട്ടുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മലപ്പുറത്ത് നമ്മുടെ ഈ പള്ളിയിൽ നടന്നു വരുന്ന ഈ ക്ലാസ് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ പള്ളി തുടങ്ങിയത് മുതൽ വളരെ സജീവമായി ഇവിടെയുള്ള ദഅ്വാ പ്രവർത്തനങ്ങളും നടക്കുന്നു. അതിന് ഇവിടെയുള്ള പ്രവർത്തകർ നേതൃത്വം നൽകുന്നു എന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു ഇതെല്ലാം നിലനിർത്തുമാറാകട്ടെ. ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരുടെയും അധ്വാനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാം സുരക്ഷയാണ് എന്നതാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. ഈ വിഷയം നമുക്ക് പുതുമയുള്ളതല്ല. കുറേയധികം വേദികളിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത വിഷയം തന്നെയാണ്. ഇതിനെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഒന്ന്, ഈ പ്രോഗ്രാം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പക്ഷേ ലൈവായിട്ട് ആളുകൾ കാണുന്നുണ്ടാവും. അപ്പോൾ മുസ്ലിമീങ്ങളല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അധികം പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇസ്ലാം സുരക്ഷയാണ് എന്ന് ഒരു ഇൻഫർമേഷനായിക്കൊണ്ട് അവർക്കുള്ള ഒരു അറിവ് നൽകുന്ന ഒരു വിഷയമായിക്കൊണ്ട് വേണമെങ്കിൽ ഈ കാര്യത്തെ നമുക്ക് സമീപിക്കാവുന്നതാണ്. എന്നാൽ ഞാൻ അതിനല്ല മുതിരുന്നത്. മറിച്ച് ഇസ്ലാം സുരക്ഷയാണ്, അതല്ലെങ്കിൽ സുരക്ഷിതത്വമാണ് എന്ന കാര്യത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഭവഭേദ്യമാക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ സംസാരിച്ചു പോകാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ കാലം അറിവ് ലഭിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇന്ന് പണ്ട് കാലത്തൊക്കെ അറബിയിലുള്ള ആധികാരികമായ ഗ്രന്ഥങ്ങൾ, തഫ്സീറുകൾ, ചരിത്രങ്ങൾ, ഇതെല്ലാം നമുക്ക് ലഭ്യമാകാൻ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു.
പ്രായമുള്ള ആളുകൾക്കറിയാം, സിയാവുസ്സത്തയുടെ മുഴുവൻ വാള്യങ്ങളും ഉള്ള പള്ളികളും കേന്ദ്രങ്ങളും എത്രയുണ്ടായിരുന്നു പണ്ട് കാലത്ത് എന്ന് നമുക്കറിയാം. വളരെ അപൂർവമായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ചില അറബി കോളേജുകളിലും അപൂർവം ചില പണ്ഡിതന്മാരുടെ കയ്യിലുമൊക്കെയാണ് ആ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെയൊക്കെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഓണാക്കി ആ നെറ്റ് ഓൺ ചെയ്ത് അതിൽ സെർച്ച് ചെയ്താൽ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം അതിൽ ഏത് ഭാഗമാണോ നമുക്ക് ആവശ്യം അത് ഉടനടി നമുക്ക് ലഭിക്കും. അഥവാ ഏത് വിജ്ഞാനവും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അറിവ് എന്ന് പറയുന്നത് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി അന്വേഷിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സന്ദർഭമാണ്. എന്നാൽ ആ അറിവിനെ സ്വന്തം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക, ആ അറിവ് ഉൾക്കൊണ്ട ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി, ഒരു സമൂഹമായി, ഒരു രാഷ്ട്രമായി മാറുക എന്ന വിഷയത്തിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ അത് വേണ്ടത്ര നമുക്ക് തൃപ്തി നൽകുന്നില്ല എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഇസ്ലാം സുരക്ഷയാണ് എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും അത് സുരക്ഷയാണ് എന്ന് അനുഭവത്തിൽ വരേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇസ്ലാമിക വിശ്വാസം കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നയാളാണ്, അങ്ങനെ ജീവിക്കുന്നവളാണ് എൻ്റെ ഭാര്യ, അങ്ങനെ ജീവിക്കുന്നവരാണ് എൻ്റെ മക്കൾ, അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ സമാധാനം ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നു പറയാനല്ല, അത് അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ വീടിന് ഇസ്ലാമിക ആശയങ്ങളുടെ ഒരു സുരക്ഷയാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ നാടുകൾക്ക്, നമ്മുടെ മഹല്ലിൽ ഇവിടെയൊക്കെ ഇസ്ലാമായി മുസ്ലിമായി എന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു സുരക്ഷിതത്വമുണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, അത് അനുഭവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ രീതിയിലായിരിക്കണം ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത് എന്നാണ് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ സംസാരം കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇസ്ലാമികമായ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് ഉയർന്നു നിൽക്കുവാനും ആ നിലക്ക് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനും പുതിയ കുറേ നന്മകൾ തുടങ്ങാനും ഉള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകേണ്ടതുണ്ട്, ഒരു മാനസികാവസ്ഥ നമുക്ക് രൂപപ്പെടേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാം ഈ സമൂഹത്തിൻ്റെ മൊത്തം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 6 കാര്യങ്ങളിൽ സുരക്ഷയുണ്ടായാൽ ഈ സമൂഹത്തിന് സുരക്ഷയുണ്ടാവും. ആ 6 കാര്യങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിൻ്റെ പേരാണ് മതം അഥവാ ദീന് എന്ന് പറയുന്നത്. അതിനെ നമ്മളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും അതിനെ സംരക്ഷിച്ച് നിർത്തിയാൽ ഇൻഷാ അല്ലാഹ് നമുക്കും സമാധാനം ഉണ്ടാവും, സുരക്ഷിതത്വം ഉണ്ടാവും, അത് നമ്മുടെ സമൂഹത്തിനും ഉണ്ടാവും. ഒന്നാമത് ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാം സുരക്ഷയാണെന്ന് പറയുമ്പോൾ അത് ദീനിൻ്റെ സംരക്ഷണമാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. അതായത് ഈ ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ, ഇതിൻ്റെ ആദർശത്തെ, അതിനെ സംരക്ഷിച്ച് നിർത്തുവാനാണ് ഇസ്ലാം ശ്രമിക്കുന്നത്. അത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആ നിലക്ക് സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. എന്തിനേക്കാളും നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ ദീനിനായിരിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം ഇസ്ലാം മാത്രമാണ് ശരി എന്നതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടായിരിക്കണം വിശ്വാസികൾക്കൊക്കെ ഉണ്ടാകേണ്ടത്. എന്നാൽ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും ആ കാഴ്ചപ്പാട് മെല്ലെ മെല്ലെ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെ നമ്മളൊരു ബഹുമത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഒരുപാട് മതങ്ങളും ദർശനങ്ങളും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലൊക്കെ ഞങ്ങൾ ജീവിക്കുമ്പോൾ അവരുമായിട്ടൊക്കെ സൗഹാർദ്ദം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയായിരിക്കണം ആ സൗഹാർദ്ദം ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണയില്ലാത്ത പല മുസ്ലിം നാമധാരികളായ ആളുകളും അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെയും അതിൻ്റെ ദർശനത്തെയും ഒക്കെ പിറകോട്ട് വെക്കുകയും ഇവിടെയുള്ള മറ്റു പുരോഗമനപരമായ ആശയങ്ങളെ മുന്നിൽ വെക്കുകയും ചെയ്തുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്, മതം എന്നൊക്കെ പറയുന്നത് ഡ്രയർ പോലെയാണ്. അങ്ങനെ വരെ പറയാറുണ്ട്. അതാരാ പറയണത്?
മുസ്ലിം പേരുള്ള ആളുകൾ വരെ ഞാനടുത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ട ഒരു കമൻ്റാണത്. അതായത് മുസ്ലിമായ ഒരു വ്യക്തി, അദ്ദേഹം നിസ്കരിക്കാത്ത ആളൊന്നുമല്ല, നിസ്കരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം എഴുതുകയാണ്, എന്തോ ഒരു മതപരമായ ചർച്ച വന്നപ്പോൾ അയാൾ എഴുതുകയാണ്, അവിടെ എല്ലായിടത്തും നമ്മളിങ്ങനെ മതത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല, അത് നമ്മളെ ട്രൗസർ പോലെയാണ്. ഈ ട്രൗസർ എപ്പോഴും നമ്മൾ തുണിൻ്റെ മുകളിലല്ലല്ലോ എടുക്കുക, അത് അടിയിലല്ലോ എടുക്കുക. അതിങ്ങനെ ഇടക്കിടക്ക് ആൾക്കാർക്ക് ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കലുണ്ടോ? നിങ്ങളത് ആലോചിച്ച് നോക്കി. ഒരു മുസ്ലിമിൻ്റെ മനസ്സിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഞാൻ മുസ്ലിമാണ്, എൻ്റെ വിശ്വാസമാണ് ശരി, ഇത് മാത്രമേ ശരിയുള്ളൂ എന്നത് ഉൾക്കൊള്ളാനും അതിൻ്റെ ആളാണ് എന്ന് പറയാനുമുള്ള സാഹചര്യം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എവിടെയെങ്കിലും ചെന്നാൽ ഞാനൊരു മുസ്ലിം അല്ല, ഞാൻ അതിൻ്റെ ആളല്ല എന്ന് തോന്നിപ്പിക്കാൻ എന്തൊക്കെ വഴിയുണ്ടോ അതാണ് പലപ്പോഴും ആളുകൾ നോക്കുന്നത്. അത് നമ്മുടെ വിദ്യാലയങ്ങളെടുത്ത് നോക്കിയാലും, ഓഫീസുകളെടുത്ത് നോക്കിയാലും, പൊതുനിരത്തുകളെടുത്ത് പരിശോധിച്ചാലും, എവിടെ നോക്കിയാലും ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നത് എന്തോ ഒരു മോശമാണ്, ഒരു കുഴപ്പമാണ്. എന്നാൽ വെറും മുസ്ലിമീങ്ങൾ ഉള്ളൊരു സ്ഥലത്ത് വന്നാലോ അതിൻ്റെ ആളുമാണ്, ഞാൻ എൻ്റെ വലിയ സംഭവമാണ്. അങ്ങനെയല്ലല്ലോ. എവിടെയും ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ, അതിൽ ആത്മാഭിമാനത്തോടുകൂടി ഇസ്ലാമിൻ്റെ വിശ്വാസവും സംസ്കാരവുമാണ് പ്രധാനം എന്ന ഒരു ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് നമ്മൾ പറയുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്ന് വലിയൊരു ഡിബേറ്റ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നത് ഇവിടെ ഭീകരവാദവും തീവ്രവാദവും ഉണ്ടാവാൻ കാരണമാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേത് ശരിയാണെന്ന് പറഞ്ഞോളൂ, നിങ്ങളുടേത് മാത്രമാണ് ശരിയെന്ന് പറയാൻ പാടില്ല. അതാണ് ഇവിടെ കുഴപ്പത്തിന് കാരണം എന്നാണ് സൈദ്ധാന്തികമായി ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നൊരാശയം. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു അനുഭവമുള്ളത്, ഒരു വിദേശയാത്രക്കിടയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നു. അവിടെ ഒരുപാട് ആളുകൾ വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവിടെയുള്ള ഒരു സന്നദ്ധ സേവന സംഘടനയുണ്ട്, അതിൻ്റെ ഒരു പ്രതിനിധി ഒരു മുസ്ലിമാണ്. അദ്ദേഹവും അവിടെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കാര്യമായി പറയാൻ ശ്രമിച്ച ഒരാശയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ ഇസ്ലാമിൻ്റെ വക്താക്കളാണ്, പക്ഷെ നമ്മളേത് മാത്രമാണ് ശരിയെന്ന് എന്തിനാണ് നമ്മളിങ്ങനെ വാശി പിടിക്കേണ്ട കാര്യം? എല്ലാത്തിലും ശരിയില്ലേ എന്നാണ് അദ്ദേഹം അവിടെ ആ പ്രസംഗത്തിൽ കാര്യമായി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു മുസ്ലിമീങ്ങളായ ആളുകളുടെ മനസ്സിൽ വരെയുള്ള ഒരു കോംപ്ലക്സ് നോക്കി നിങ്ങൾ എവിടെ നിൽക്കുന്നത്? അതായത് ഈ ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങളൊക്കെ നമ്മളാളുകളും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്ലാമികമായിട്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ ഒരു വ്യക്തി ഒരു ആദർശം ഉണ്ടാക്കിയിട്ട് ഇൻ്റെത് മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ അതിന് വൈകല്യം ഉണ്ടാവാം. നമ്മൾ പറയുന്നത് എന്തല്ല, നമ്മുടേത് ശരി എന്നല്ല പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം പോയിന്റ്. ഇവിടെ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആദർശം, അവിടെ മലപ്പുറം ഒരു പള്ളിയുണ്ട്, ആ പള്ളിക്കത്തെ ആദർശം എന്നല്ല പറയുന്നത്. ഈ ഇസ്ലാം എന്ന് പറയുന്നത് ദൈവികമാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീനായതുകൊണ്ട് അത് മാത്രമാണ് ശരി. ഇതാണ് എൻ്റെ പോയിന്റ്. അത് നമ്മളും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതും ശരിയാണ്. അതല്ലാതെ നമ്മൾ ഓരോരുത്തരും നമ്മളത് വാശി പിടിച്ച് നമ്മളത് ശരിയാണെന്ന് പറയല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ ദീനാണിത്, അതുകൊണ്ട് അത് മാത്രമേ ശരിയുള്ളൂ. ഇത് പറയുക, അങ്ങനെ വിശ്വസിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള നീതി എന്ന് പറയുന്നത്. അത് ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ എന്താ കുഴപ്പം എന്ന് പറയുന്നതിന്? ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അവകാശമാണ് എന്ത്? മതസ്വാതന്ത്ര്യം. ആ മതസ്വാതന്ത്ര്യത്തെ പറ്റി നിർവചിക്കുന്നത് എന്താ? ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസമനുസരിച്ചുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാനും അത് മറ്റുള്ളവർക്ക് പ്രീച്ച് ചെയ്യുവാനും പ്രബോധനം ചെയ്യുവാനും ഉള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനും ഉണ്ടായിരിക്കുമെന്നാണ്. എവിടെയാണ് പിന്നെ പ്രശ്നം വരിക? എൻ്റെ ഈ ശരി മാത്രമേ ഇവിടെ നിലനിൽക്കാൻ പാടുള്ളൂ, മറ്റുള്ളതൊന്നും ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്നുള്ള തലത്തിലേക്ക് അത് വരുമ്പോഴാണ് ഇവിടെ കുഴപ്പവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. നമ്മളത് പറയുന്നില്ല. അത് ഇസ്ലാമികമായിട്ടും ആ വാദം ശരിയല്ല. കാരണം എന്താ? ഇസ്ലാം പറഞ്ഞ എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ. ഒരിക്കലും മതത്തിൽ എന്തില്ല? ബലാത്കാരമില്ല. ഒരാളെ നിർബന്ധിച്ചും കണ്ട് ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളത് മാത്രം ശരിയെന്ന് എന്ത് ചെയ്യുക? അതിവിടെ പറയാം. പക്ഷെ അത് പറഞ്ഞ് അത് പറയുന്നതാണ് ഇവിടെ കുഴപ്പം എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം നാട്ടിൽ നടക്കുന്നുണ്ട്. അവിടെയാണ്
ഞാൻ മുസ്ലിമാണ്, ഈ ഇസ്ലാമാണ് സുരക്ഷയുടെ മാർഗം എന്ന് 100% ഒരു വിശ്വാസി ഉൾക്കൊള്ളുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇസ്ലാം മാത്രമാണ് ദൈവീകം. അത് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും അതിന് കീഴൊതുങ്ങിയാണ് ജീവിക്കുന്നത്. നമ്മളിതിൻ്റെ വിശാലത മനസ്സിലാക്കണം. നമ്മൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളും സസ്യവർഗങ്ങളും ജന്തുജാലങ്ങളും എല്ലാം ഇതിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്തിനധികം മനുഷ്യൻ്റെ അവയവങ്ങൾ പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എൻ്റെ ഹൃദയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ആമാശയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഓരോ അവയവങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, കിഡ്നി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനമൊക്കെ നമ്മളെ കഴിവിലാണോ, നമ്മളെ പരിധിയിലാണോ? ഒരിക്കലുമല്ല. ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കണ്ണട വെക്കാനുള്ള കാരണം? ഒരു പ്രത്യേക സമയമായാൽ നമ്മുടെ കണ്ണിന് മങ്ങൽ വരും. ആ മങ്ങൽ വരുന്നു എന്നത് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. അതിന് നമ്മൾ മറ്റു പരിമിതികൾ മറികടക്കാനുള്ള സന്ദർഭങ്ങൾ നോക്കല്ല, അത് കഴിയില്ല. അതുപോലെ ഈ ഇരിക്കുന്ന പല ആളുകളുടെയും തല കറുപ്പാണ്, തലമുടി കറുപ്പാണ്, എന്നാൽ പലരുടേതും വെളുത്തുകൊണ്ടിരിക്കുന്നു. ആ വെളുപ്പ് വന്നത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടല്ല, നമ്മൾ വിളിച്ചു വരുത്തിയതല്ല, അത് അതിൻ്റെ സന്ദർഭമായി സംഭവിച്ചതാണ്. ഏതൊരു കാര്യവും അങ്ങനെയാണ്. നമ്മളെ കേൾവി ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മുടെ അവയവങ്ങൾ പോലും നമ്മുടെ കയ്യിലല്ല, അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഏതൊരു കാര്യം എടുത്ത്, അതുപോലെ നമ്മുടെ കാഴ്ച, കേൾവി, ഹൃദയം, അതുപോലെ തന്നെ നമ്മുടെ വാർദ്ധക്യം, മരണം, ഇങ്ങനെ തുടങ്ങി ഏത് വിഷയം എടുത്തു നോക്കിയാൽ അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. വിശുദ്ധ ഖുർആൻ പറയണു നോക്കി നിങ്ങൾ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ്സമാവാതി വൽ അർളി തൗഅൻ വകർഹ വളിലാലുഹും ബിൽ ഉദുവ്വി വൽ ആസ്വാൽ. വലില്ലാഹി അല്ലാഹുവിന്, യസ്ജുദു മൻ ഫിസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ളത് മുഴുവൻ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാം പെട്ടു, എല്ലാം അല്ലാഹുവിന് കീഴൊതുങ്ങിയാണ് ജീവിക്കുന്നത്. തൗഅൻ വകർഹ, ഒന്നുകിൽ സ്വമനസ്സാലെ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട്, ഒന്നുകിൽ സ്വമനസ്സാലെ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട്. വളിലാലുഹും ബിഉദുവ്വി വൽ ആസ്വാൽ, ഏതുവരെ? പ്രഭാതത്തിലും സായാഹ്നത്തിലും അവരുടെ നിഴലുകൾ പോലും അതിനെ പ്രണാമം ചെയ്യുന്നുവെന്നാണ്. അഥവാ എല്ലാ അള്ളാഹുവിന് കീഴൊതുങ്ങിയാണ് ജീവിക്കുന്നത്. ആ അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ട് വേണം ആരും ജീവിക്കാൻ, മനുഷ്യരായ നമ്മളും ജീവിക്കാനും. അപ്പോൾ ഞാൻ ഒന്ന് പറയണമെന്ന് വെച്ചാൽ, ഇത് വലിയൊരു വിശാലമായൊരു സംഗതി. നമ്മൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ മതമാണ്. ആ സ്രഷ്ടാവിന് കീഴൊതുങ്ങിയാണ് ഈ ലോകം തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരു സൂര്യവകുപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വല്ല മന്ത്രാലയത്തിലും വകുപ്പ് കേട്ടുക്കണോ? ചന്ദ്രൻ്റെ വകുപ്പ് കേട്ടുക്കണോ? സയൻസ് മൊത്തത്തിൽ പഠിക്കണ ഇതൊക്കെ ഉണ്ടാവും. അത് രാവിലെ സൂര്യൻ ഉദിക്കുന്നുണ്ടോ നോക്കാനൊരു മന്ത്രി ഉണ്ടോ? അസ്തമിക്കുന്നുണ്ടോ നോക്കാനൊരു മന്ത്രി ഉണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ അവിടെ എന്ത് ചെയ്യാണ്? സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളാരും നിയന്ത്രണത്തിലൊന്നല്ല, ഇതൊക്കെ പടച്ചോൻ്റെ നിയന്ത്രണത്തിലാണ്. ആ സൂര്യനും ചന്ദ്രനും എല്ലാ നക്ഷത്രങ്ങളും ഒക്കെ അള്ളാഹുവിന് കീഴൊതുങ്ങിയ ജീവിക്കും. ആ പടച്ചോന് കീഴൊതുങ്ങിയിട്ടാണ് നമ്മളും ജീവിക്കുന്നത്. ആ ഒരു ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്ന മതം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഏത് മാത്രമാണ്? ഇസ്ലാം മാത്രമാകുന്നു. ഇത് നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയണം. ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചാലുള്ള അവസ്ഥ എന്താ? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബലു മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിന് ആരെങ്കിലും മതമായി സ്വീകരിച്ചാൽ അള്ളാഹു അവനിൽ നിന്ന് അതൊരിക്കലും സ്വീകരിക്കുകയില്ല, ഉൾക്കൊള്ളുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. നാളെ പരലോകത്ത് അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ എന്നും അതല്ലാത്തൊരു സംഗതി സ്വീകരിച്ചാൽ നമ്മൾ നഷ്ടക്കാരാകും എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അതിലൊരു യാതൊരു കോംപ്രമൈസും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അപ്പോഴും നമ്മൾ പറയും, നമ്മളവിടെ ന്യൂനപക്ഷമാണ്, നമ്മൾ കുറച്ച് ആളേ ഉള്ളൂ, അപ്പോൾ നമ്മളെ കാര്യം നമ്മൾ പറഞ്ഞാൽ മോശമല്ലേ, എല്ലാവരും വേറെ നിലക്കാ ചിന്തിക്കണത്, എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയാണ് എല്ലാവരും പറയാം. എല്ലാവരും അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എന്താ ഇസ്ലാമിനെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഖുല്ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ്, പറയുക ഒരിക്കലും നന്മയും തിന്മയും നല്ലതും ചീത്തയും സമമാവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ചീത്ത നിന്നെ എത്ര അധികരിപ്പിച്ചാലും ശരി, ചീത്തയുടെ വശം എത്ര ആധിക്യമുണ്ടായാലും ശരി,
ഫത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യാ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ വിജയികളായേക്കാം എന്നാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ചെയ്തു എന്നുള്ളതുകൊണ്ട് എന്തല്ല, അത് ആ തെറ്റ് ഒരിക്കലും നല്ലതായി മാറുകയില്ല. 1,00,000 പേര് ചെയ്യുന്നൊരു കാര്യം, അതിൽ നിന്ന് നമ്മൾ മാത്രമേ ഈ കാര്യം അതിൻ്റെ മാറി നിൽക്കണുള്ളൂ വെച്ചാൽ, ആ മാറി നിൽക്കുന്നതാണ് അതിൻ്റെ ശരി. കൂടുതൽ ആൾക്കാർ ചെയ്യുന്നു എന്നുള്ളതല്ല ശരി. ഇവിടെ എല്ലാവരും മദ്യം കഴിക്കുകയാണ്, എല്ലാവരും മദ്യത്തിന് വേണ്ടി വാദിക്കുകയാണ്. അതുകൊണ്ട് മദ്യം ശരിയായി മാറുമോ? ഒരിക്കലും മാറില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്മ തിന്മകൾ വ്യത്യാസപ്പെടുന്നത് ആളുകൾ കൂടുതൽ ചെയ്തോ എന്നതൊന്നുമല്ല. അപ്പോൾ അതിന് നമുക്കൊരു അഭിമാനം വേണം. ഇസ്ലാം മുസ്ലിമാണെന്നുള്ള കാര്യത്തിൽ ഒരു അഭിമാനബോധമുള്ളവനാകണം. എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്ക് ഈ ദീനെ എനിക്ക് കാവലുണ്ടാവുള്ളൂ എന്നൊരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആര് വമൻ അഹ്സനു ഖൗലൻ, നല്ല വാക്ക് പറയുകയും, മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? വഅമില സ്വാലിഹൻ, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവൻ. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്തവനേക്കാൾ, അങ്ങനെ പറഞ്ഞവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുക എന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. നമ്മൾ ഇനി എവിടെയാണ്, വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, സ്ഥാപനത്തിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ഏത് മേഖലയിലാവട്ടെ, ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറയാനും അത് തെളിയിക്കാനും കഴിയും. അതിൻ്റെ ഐഡൻറ്റിറ്റി മറച്ച് വെച്ച് നടക്കേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ദീനോട് മാത്രമേ നമ്മളെ കുടുംബം രക്ഷപ്പെടുള്ളൂ. ആ ബോധം നമുക്കും നമ്മളെ മക്കൾക്കും എന്ത് ചെയ്യണം? ഉണ്ടാവണം. ഈ ദീനിനെ മാറ്റി വെച്ച്, ഇതിനെ കളിയാക്കി, ഇതിനെ പുച്ഛിച്ച്, അത് 6-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾക്കുള്ള മതമാണ്, ഈ പുരോഗമനത്തിനൊന്നും പറ്റാത്തതാണ് എന്ന് പറഞ്ഞ് ആരൊക്കെ വരുന്നുണ്ടോ അവരുടെയൊക്കെ കുടുംബം അവസാനം വെള്ളം കുടിച്ചിട്ടുണ്ടാവും. തർക്കിക്കൊന്നും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് ദീനിനായിരിക്കണം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആ ദീനിൻ്റെ ശരീഅത്തിൻ്റെ സംരക്ഷണത്തിനാണ് ഇസ്ലാമും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? രണ്ടാമത്തത് ഇസ്ലാം പ്രാധാന്യം കൊടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നഫ്സാണ്, ശരീരം, ജീവൻ. അത് സംരക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് എല്ലാ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് അനുവദിച്ചു തന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അതിൽ നല്ലതൊക്കെ എന്ത് ചെയ്തു? അനുവദിച്ചു. വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഹറാമാക്കിയിട്ടുള്ളൂ. നമുക്ക് തോന്നുകയാണ് എന്ത്? ഹറാമാ കൂടുതൽ. തെറ്റാണ് കാര്യം. അപ്പോൾ നിങ്ങൾ മാംസം എടുത്ത് പരിശോധിച്ച് നോക്കി, അതിന് വളരെ എണ്ണിപ്പറഞ്ഞ അല്ലേ ചില സംഗതികളും ആ ജീവികളുടേത് മാത്രമേ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ കഴിക്കാം. ഏതും അങ്ങനെയാണ്. എന്നാൽ നമ്മളൊരു ഫീലിംഗ് ആണ് എന്ത്? ചെയ്യാൻ പാടില്ലാത്തതാണ് കൂടുതൽ എന്ന്. അങ്ങനെയല്ല, അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഹലാലാണ്. അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് അനുവദിക്കപ്പെട്ടു എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ്. അതുപോലെ ഏറ്റവും മോശമായതും വൃത്തികേടും ഉള്ള എന്തെല്ലാം ഭക്ഷണ സാധനങ്ങളുണ്ടോ അതൊക്കെ ഇസ്ലാം നിരോധിച്ചു. ഇസ്ലാം തിന്നാൻ പാടില്ല, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സാധനം അത് ശരീരത്തിനും അതുപോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഹാനികരമായിരിക്കും. യാതൊരു തർക്കമോ കാര്യത്തിൽ വേണ്ട. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗളബി വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ എന്നാണ്. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഏറ്റവും നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വലാ തത്ഗൗ ഫീഹി, നിങ്ങൾ അതിൽ ഒരിക്കലും തന്നെ അതിര് കവിഞ്ഞു പോകരുത്. ഫയഹില്ല അലൈക്കും ഗളബി, അതിൽ നിങ്ങൾ അതിര് കവിഞ്ഞു പോയാൽ നിങ്ങളുടെ മേൽ എൻ്റെ കോപം ഇറങ്ങുക തന്നെ ചെയ്യും. വമൻ യഹ്ലിൽ അലൈഹി ഗളബി, ആരുടെ മേലിലെങ്കിലും എൻ്റെ കോപം ഇറങ്ങിക്കഴിഞ്ഞാൽ ഫഖദ് ഹവാ, അവൻ നാശത്തിൽ പതിച്ചവൻ തന്നെയായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിഷയത്തിൽ പരിശോധിച്ചാലും അള്ളാഹ് ഹലാലാക്കിയത് എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ ഉപയോഗിക്കാൻ പാടും. അല്ലാത്ത വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നശിക്കും, നാശത്തിലേക്ക് എത്തിപ്പെടും എന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിച്ച് നിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, അതിപ്പോൾ വിശുദ്ധ റമദാനിൽ നമുക്ക് കുറച്ചും കൂടി അൽഹംദുലില്ലാ അതൊന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന സമയം കൂടിയാണ് ഈ റമദാൻ മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നോമ്പുകാരാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരാളെ കണ്ടു. അദ്ദേഹം നല്ല ഷുഗർ രോഗിയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്.
അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നോമ്പായിട്ട് നോമ്പെടുക്കാൻ കഴിയുന്നുണ്ടോ, പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, എനിക്ക് 11 മാസത്തെക്കാളും ഈ മാസമാണ് ഏറ്റവും സുരക്ഷിതമായ മാസം. ഈ മാസം ഒരു അസുഖം എനിക്കുണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു നോമ്പ് ഞാൻ ഒഴിവാക്കലുമില്ല. അങ്ങനെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതായത് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയമായ ഒരു ഔന്നിത്യം ഉള്ളതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിനും ഒരു റിലാക്സ് കിട്ടുന്ന ഒരു മാസം തന്നെയാണ്. അത് നല്ലൊരു തീരുമാനമാണ് അതൊക്കെ. എന്നാൽ റമദാനിൻ്റെ ലക്ഷ്യം ശരീരം നന്നാക്കലാണോ? അല്ല. അത് ലഅല്ലക്കും തത്തക്കൂ എന്നുള്ളതാണ്, സൂക്ഷ്മത പാലിക്ക് ജീവിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ ശരീരത്തിൽ ഉള്ള മാലിന്യങ്ങളൊക്കെ പോയി ഒന്ന് ഉഷാറായി നമ്മുടെ ശരീരത്തെ നന്നാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതും ശ്രദ്ധിക്കാവുന്ന ഒരു സമയമാണിപ്പോൾ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഈ റമദാൻ മാസവും തന്നെ നമ്മൾ എന്തൊക്കെയാണോ മറ്റു സന്ദർഭങ്ങളിൽ ചെയ്യാറുള്ളത് അതിലേക്കൊക്കെ ശൈത്താൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ന്യായങ്ങൾ, സംവിധാനങ്ങൾ, സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? റമദാനുമായി റമദാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നേരവും സമയമൊക്കെ ഒന്നും മാറുന്നു മാത്രം. എങ്ങനെയായാലും അങ്ങാടിക്ക് ഇറങ്ങണം, അങ്ങാടിയിൽ ഇറങ്ങി കുറച്ച് സമയം അവിടെ ചിലവഴിക്കണം. അപ്പോൾ അതിനെന്താ, ഒന്ന് തറാവീ കഴിഞ്ഞാൽ അതിന് പ്രത്യേക കടകളും പരിപാടിയും സംവിധാനങ്ങളും, എന്നിട്ട് അവിടെ പോയി അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച്, അതൊക്കെ ഒന്നും ശരീരത്തിന് പറ്റുന്നതാവില്ല, ആമാശയത്തിന് പറ്റുന്നതാവില്ല. പക്ഷെ അത് ഉപയോഗിച്ച് പിന്നെ കുറേ സമയം എന്ത് ചെയ്യുക, അവിടെ ചിലവഴിക്കുക. അങ്ങനെ അങ്ങാടികൾ രാത്രി സജീവമാക്കുന്ന ഒരവസ്ഥ റമദാൻ മാസത്തിൽ അത്ര നല്ലതല്ല. രാത്രി സമയം എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? രാത്രി സമയം പക്ഷേ തിരിച്ച് റമദാൻ മാസത്തിൽ നമുക്ക് വിശ്രമിക്കാനും ഉറങ്ങാനും ഉള്ളതാണ്. മറ്റ് ബാക്കിയുള്ള സമയം ഇബാദത്തിനും ഇസ്തിഗ്ഫാറിനുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് രാത്രി നേരം വെളുക്കുന്നത് വരെ കളിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. റോട്ടിൽ ഇറങ്ങിയിട്ടാണ് കളി. ചില സ്ഥലത്തൊക്കെ റോട്ടിലൊക്കെ ഇങ്ങനെ വരച്ച് വലയൊക്കെ കെട്ടി അവിടെ കളിക്കുന്നതാണ്, ഷട്ടറിലൊക്കെ കളിക്കുന്നതാണ്. രാത്രി 2 മണിക്കൊക്കെ യാത്ര ചെയ്യുന്നു. അതൊരു പ്രത്യേക അവസ്ഥയാണ്. നോമ്പിന് വന്നു കഴിഞ്ഞാൽ രാവിലെ പകലാക്കുക, പകലിനെ രാവാക്കുക. അപ്പോഴും എന്തൊക്കെയാണോ സാധാരണ ചെയ്യുന്ന കാര്യം, ഗ്യാങ്ങുകളും പരിപാടികളും, അതൊക്കെ റമദാൻ മാസത്തിനും കൊണ്ടു നടക്കുക. അത് റമദാൻ്റെ പേരിൽ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇതിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരു ജീവനെയും ഹനിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ ഒരു പൊതു തത്വമാണ്. ഒരു ജീവനെയും അന്യായമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഹനിക്കാൻ പാടില്ല. വലാ തഖ്തുലൂ ഔലാദക്കും ഖശിയത ഇംലാഖ് എന്ന് പറഞ്ഞല്ലോ. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരിക്കലും കൊല്ലാൻ പാടില്ല. നഹ്നു നർസുഖുഹും വയ്യാക്കും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത്, അന്നം നൽകുന്നത് നാമാകുന്നു എന്നാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ പലതിൻ്റെ പേരിലും എന്ത് ചെയ്യുന്നു, ഇന്ന് മനുഷ്യന്മാരെ വധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒന്ന് ജനസംഖ്യ നിയന്ത്രിക്കണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുട്ടികളെ കൊല്ലുന്നൊരവസ്ഥ. ജാഹിലിയ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെ അവരെ ജനിച്ച ശേഷമാണ് കൊന്നിരുന്നതെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ അത് ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുന്ന അന്തരീക്ഷത്തിലാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. അതിനാണ് നമ്മൾ ഫാമിലി പ്ലാനിംഗ് എന്ന് പേരിട്ടത്. അങ്ങനെ ആ ഫാമിലി പ്ലാനിങ് ഇപ്പോൾ എവിടെ എത്തി? ജനസംഖ്യ കുറച്ച് കൊണ്ടുവന്ന് അവസാനം നാട്ടിൽ ആളുകൾ കുറഞ്ഞ് ഇനി രണ്ടാമത് ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് ലോകം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്കെല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഇവിടെ ജനസംഖ്യ കുറഞ്ഞു പോയാലും മുസ്ലിങ്ങളെ ജനസംഖ്യയ്ക്ക് ഒരു കുഴപ്പം സംഭവിക്കണില്ല, അതിങ്ങനെ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണെന്നാണ് നമ്മളെയും ധാരണ. അതാണ് ഇവിടുത്തെ മറ്റു സമുദായക്കാരുടെ ധാരണ തന്നെയാണ്. ആ ധാരണ തിരുത്തിക്കാളി മുസ്ലിം സമുദായത്തിൻ്റെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2023 24 ഇടയ്ക്കുള്ള കണക്ക് പ്രകാരം 100,000 ചില്ലാനം കുറവ് മുസ്ലിം ജനസംഖ്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഫാമിലി പ്ലാനിങ് എന്നുള്ള സംഭവം മുസ്ലിം കമ്മ്യൂണിറ്റിനെയും ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇസ്ലാമാണ് ശരി, ഇസ്ലാം പറഞ്ഞതാണ് ശരി. ഇസ്ലാം പറഞ്ഞാൽ എന്താ? കുട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന്. അതുപോലെ ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി പ്രസവിക്കുന്ന സ്ത്രീയാണ്, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയാണ് നല്ല സ്ത്രീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭവമാണ്, മാൻ പവർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വിഭവമാണ്. ആ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനുള്ളത്. പക്ഷേ ജനങ്ങൾ വർദ്ധിക്കുന്നുവെന്നത് ഒരു ഭാരമാണ് എന്നതാണ് ഇവിടെയുള്ള മുതലാളിത്തത്തിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ആ കാഴ്ചപ്പാട് തെറ്റായിരുന്നുവെന്ന് ലോകം ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നമ്മളെ ദീനെ നമുക്ക് അവസാനം സംരക്ഷിക്കാണ്ടാവുള്ളൂ.
ആ ദീനിൻ്റെ വിശ്വാസത്തിലെ കോട്ടല്ലാതിരിക്കുള്ളൂ. മനുഷ്യനിർമ്മിതമായ എല്ലാ ദർശനങ്ങളും അത് പരാജയപ്പെടുക ചെയ്യും. അതുകൊണ്ട് ആ അഭിമാനബോധം നമുക്ക് വേണം. ഞങ്ങളെ ദീനെന്ത് ചെയ്യും, നിലനിൽക്കും എന്ന ഏത് കാലത്തും നിലനിൽക്കും എന്നതിൻ്റെ അടയാളങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിസ്സാര വിഷയത്തിന് പേരിലാണല്ലോ ആളുകൾ തമ്മിൽ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഞാനത് പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിം പേരുകളുള്ള ആളുകളാണ് ഇന്ന് അതിക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ സംഭവം ഇന്നും അതിൻ്റെ ഒരു പ്രയാസത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടിയിട്ടില്ല. ആലോചിച്ചിട്ട് മനസ്സിലാകണില്ല എന്താണ് ചെയ്ത് കൂട്ടിയതെന്ന് മനസ്സിലാകണില്ല. ഒരു മാനസിക രോഗം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുണ്ട് തീരുമാനമാക്കാം. അതൊരു മാനസിക രോഗമുള്ള ആളായിരുന്നു, അതില്ലാന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാനസിക വിഭ്രാന്തിയും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു മനുഷ്യന് സ്വന്തം കുടുംബത്തിലെ 4-5 ആളുകളെ, അതും പ്രാകൃതമായ സ്വഭാവം. ഇപ്പോഴത്തെ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് കൊലപാതകം മാത്രമല്ല, അതിൻ്റെ നേച്ചർ ഉണ്ടല്ലോ, അതിൻ്റെ സ്വഭാവം, അത് തന്നെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന രീതിയാണ്. ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്താൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നത് അത്യാവശ്യമാകുന്നുവെന്ന് ഇസ്ലാമിൻ്റെ ആ കാഴ്ചപ്പാട് ഇന്ന് ലോകം അംഗീകരിക്കേണ്ടി വരുന്നത്. എല്ലാവരും വന്നിട്ട് എന്താ പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത് ഒരു സ്കൂൾ കുട്ടിനെ അടിച്ചു കൊന്നല്ലോ. അത് കൊന്ന സമയത്ത് ആ കുട്ടിയെ കൊല്ലാൻ കാരണക്കാരായ അവൻ്റെ മറ്റു വിദ്യാർത്ഥികൾ അവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദം കൊടുത്തു. അത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. ആ പ്രതിഷേധം, ആ ഒരു സാഹചര്യം വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ഈ TV കണ്ട് വാർത്ത കണ്ട് അവസാനം സഹി കെട്ടിട്ട് ഒരു ടീച്ചർ പുറത്തിറങ്ങി വന്ന് സംസാരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചാനലുകളുണ്ടായിരുന്നു. ഒരു റിട്ടയർഡ് ടീച്ചറാണ്. ആ ടീച്ചർ വന്നിട്ട് അവർ പഠിപ്പിച്ചിരുന്ന സ്കൂളിൻ്റെ മുമ്പിൽ ഒരു സ്കൂട്ടി കൊണ്ട് വന്ന് നിർത്തിയിട്ട് അവർ വിളിച്ചു പറയണത്, ഈ കുട്ടികൾക്ക് ഒരിക്കലും ഇവിടെ പരീക്ഷ ചെയ്ത അനുവാദം കൊടുക്കാൻ പാടില്ല. ഈ കുട്ടി, മരിച്ച കുട്ടി എൻ്റെ കുട്ടിയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ അതാണ് ഇപ്പോൾ ആലോചിക്കണത്. അവസാനം പറഞ്ഞിട്ട് അവർ പറയണത്, ഈ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഉള്ള ആ ശിക്ഷാവിധികളുണ്ട്, അതിവിടെ നടപ്പാക്കണം, എന്നെങ്കിലേ നമ്മളെ നാട് നന്നാവുള്ളൂ. അതവർ ഖുർആൻ പഠിച്ചിട്ട് പറയണതല്ല, ഇസ്ലാം പഠിച്ചിട്ട് പറയണതല്ല, അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. നമുക്കെങ്കിലും ആ ബോധം വേണം, വിശ്വാസികൾക്കെങ്കിലും ആ ധാരണ വേണം. എന്ത്, നമ്മളെ കയ്യിലുള്ള ഈ സ്വത്തുണ്ടല്ലോ, ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ ആദർശം, ഈ വേദഗ്രന്ഥത്തിൻ്റെ മഹത്വം ഇനിയെങ്കിലും നാസറും അഷ്റഫും ബഷീറുമാകുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഓർക്കേണ്ടതുണ്ട് എന്നതാണ്. ഓരോ സുപ്രഭാതങ്ങളിലും നമ്മൾ കേൾക്കുന്ന കറുത്ത വാർത്തകൾക്ക് പരിഹാരമായി ഇസ്ലാം മാത്രമാണ് എന്ന് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് വരെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇതിൻ്റെ ആളുകളായി ജനിച്ച്, ഇതിൻ്റെ ആളുകളായി വളർന്ന്, ഇതിൻ്റെ പേര് സ്വീകരിച്ച്, ഇതിൻ്റെ കുടുംബത്തിൽ താമസിച്ച്, ഇതിൻ്റെ മഹലിൽ കടന്നു വന്ന് പള്ളിയിൽ വരുന്ന മുഅ്മിനീങ്ങളെന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പോഴും ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാമിൻ്റെ ആളാണ്, ഇത് മാത്രമേ സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ, ഇതേ എൻ്റെ മക്കൾക്ക് കാവലുണ്ടാവുകയുള്ളൂ, എൻ്റെ കുടുംബത്തിന് കാവലുണ്ടാവുകയുള്ളൂ എന്ന ബോധത്തിലേക്ക് ഇപ്പോഴും നമുക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര ദൂരെയാണ് ഇസ്ലാമിൽ നിന്ന് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ അതെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനം. അതുകൊണ്ടാണ് വധശിക്ഷയൊക്കെ നടപ്പാക്കാനുള്ള കാരണം. അത് ശരിക്കും ആ നിലക്കുള്ള ശിക്ഷ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംഭവം നടക്കൂല. അതുകൊണ്ടല്ലേ ഈ കൊലപാതകത്തിൻ്റെ റേറ്റ് നോക്കി ഓരോ രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള നിയമം നടക്കുന്ന രാജ്യങ്ങളിൽ കുറവല്ലേ? പ്രാവർത്തിക നമുക്ക് കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന സംഭവമല്ലേ അത്. പക്ഷെ അതിനെക്കുറിച്ച് എന്താ പറയുക, അതെന്തൊരു മോശം ഏർപ്പാടാണ്. അത് പറയാൻ ആരാ? മുസ്ലിം പേരുള്ള മനുഷ്യന്മാരെന്നെ പറയും ചെയ്യും. ഇതവസ്ഥ. അപ്പോൾ എന്തായാലും ഇസ്ലാം പറഞ്ഞിരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുക എന്നതാണ് ഇസ്ലാം ഈ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഒരാശയം. അത് നമ്മളും എന്ത് ചെയ്യണം, ചെറിയ കാര്യം ഉണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ്സുകാരോ മരിച്ചു കൊണ്ട് ഈ എന്താ ഈ ചെയ്യണത്? അതിലൊക്കെ പേരുകൾ നമ്മളെ ആൾക്കാരെ പേരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ചെറിയ ചെറിയ വിഷയം ഉണ്ടാക്കുമ്പോഴേക്കിന് അപ്പോഴേക്ക് പ്രശ്നമായി, രൂക്ഷമായി, തച്ച് മനുഷ്യ ജീവൻ ഹനിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമാണ് ആ വിഷയം. ഒരു സ്വത്ത് തർക്കം അല്ലെങ്കിൽ അയൽപ്പക്ക തർക്കം, ഒരു കുടുംബ തർക്കം,
അപ്പോഴേക്കിന് വാക്കത്തെടുത്തൊന്നും വിട്ടുക. ഇതേ ഇവിടുന്നൊക്കെ പിന്നെ നമുക്ക് രക്ഷപ്പെട്ടു പോയാൽ അള്ളാൻ്റെ മുമ്പൊക്കെ നമ്മൾ ചെല്ലേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം വിഷയത്തിലൊക്കെ നല്ല ഗൗരവമായ സമീപനം നമുക്കുണ്ടാകണം. മൂന്നാമതായി, ഇസ്ലാം ഈ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി വെച്ച മൂന്നാമതായി ഇസ്ലാം സംരക്ഷിക്കുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബുദ്ധിയാണ്, അഖലാണ്. ബുദ്ധി സംരക്ഷിച്ച് നിർത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് നമ്മളും എന്ത് ചെയ്യണം? നമ്മളെ ബുദ്ധിക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകാൻ പാടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന സാധനമാണ് ലഹരി എന്ന് പറയുന്ന സാധനം. ആ ലഹരി അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബുദ്ധിൻ്റെ സ്ഥിരത പോയി. അതുകൊണ്ടാണല്ലോ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ അവസാനം എന്താ പറയുന്നത്? അയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയും തന്നെ ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്യാൻ വേണ്ടി പിന്നെ ബാറിൽ പോയി മദ്യപിച്ചു എന്നാണ് പറയുന്നത്. കാരണം സ്വയംബോധത്തോടു കൂടി മനുഷ്യന് അത്ര ചെയ്യാൻ കഴിയില്ല. അവൻ്റെ ആ ശരിക്കുള്ള മൈൻഡ് കളഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പിന്നെ ക്രൂരത ചെയ്യാൻ കഴിയുള്ളൂ. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലഹരി സാധനം ഉപയോഗിക്കണം. അപ്പോൾ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വസ്ഥത എന്ത് ചെയ്യും? നശിച്ചു പോകും എന്ന കാര്യത്തിൽ തർക്കമല്ല. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് എന്താ പറയുക, ഇത് കേൾക്കുന്ന എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്, ലഹരിയുടെ എന്തെങ്കിലും അംശങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിസ്സാരമായി നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ആ വിഷയത്തെ ഗൗരവപൂർവ്വം നമ്മൾ കാണണം. അല്ലെങ്കിൽ ഓരോ ദിവസവും അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വളർന്ന് വലുതായി വരിക ചെയ്യാം. പിന്നെ നമുക്കത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിലും അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി ആക്കിയാലും അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നാലും അത് അവസാനിക്കില്ല. അതുകൊണ്ടാണ് ബാംഗ്ലൂരിലൊരു ചെക്കനെ കൊണ്ടുപോയി കൊണ്ടുപോയി ആക്കിയിട്ട് അവൻ നേരെ വന്നിട്ട് പിന്നെ ചെയ്തത് എന്താ? സ്വന്തം ഉമ്മാനെ വിട്ടുക ചെയ്ത് താമരശ്ശേരിയിൽ. കണ്ടില്ലേ? എവിടുന്ന വന്ന്? ഡി അഡിക്ഷൻ സെൻ്ററിൽ വന്നാണ്, നന്നാക്കാൻ കൊണ്ടുപോയിരുന്ന വന്നത്. അതുപോലെ സൗദി അറേബ്യക്ക് ഒരു കുടുംബം അവൻ്റെ മകനെ കൊണ്ടുപോയി. ഈ ലഹരിക്കടിമപ്പെട്ട മകനാണ്. അവന്ന് നാടൊന്ന് മാറി അവിടെ കൊണ്ടുപോയി കണ്ട് ജോലിയിലൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ നേരാവും വിചാരിച്ച് കൊണ്ടുപോയതാണ്. പക്ഷെ ചെന്നിട്ട് എന്താ ചെയ്ത്? രാത്രി അവൻ്റെ അച്ഛൻ കിടന്നുറങ്ങുമ്പോൾ കത്തെടുത്തിട്ട് കണ്ണ് ചൂഴ്ന്നെടുത്തു. ജീവുള്ള മനുഷ്യൻ്റെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് രക്തത്തിലുള്ള മനുഷ്യന്മാരെന്താ ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് എത്ര വീടറിയാം? ഇന്ന് നമ്മളെ കേരളത്തിൽ ഒരുപാട് വീടുകളിൽ ഒറ്റ എണ്ണം ഉണ്ടായാൽ മതി, ഈ ലഹരിക്ക് അടിമപ്പെട്ട ഒരൊറ്റ എണ്ണം വീട്ടിലുണ്ടായാൽ മതി. ആ ഒരൊറ്റ എണ്ണം ഉണ്ടായാൽ തന്നെ പിന്നെ ആ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ചില മാതാപിതാക്കളൊക്കെ രാത്രിയായി എൻ്റെ മകനൊന്ന് വന്നിട്ടിയാൽ മതി എന്നല്ല പറയാം. പക്ഷെ ഇപ്പം ചില വീടുകളിൽ പറയണത് രാത്രിയായി അവനൊന്ന് വരാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ്. കാരണം വന്ന സ്വസ്ഥതല്ല, സ്വൈരല്ല, വാപ്പാൻ്റെ ഉമ്മാൻ്റെ നേരാണ് വരികയാണ്. ഇത് ഇവർക്ക് വേറൊന്നുമല്ല. സംഭവം എന്താ വെച്ചാൽ ഈ രാസലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡോസല്ല അടുത്ത ദിവസം ഉപയോഗിക്കേണ്ടി വരിക. ആ ഡോസ് ഇങ്ങനെ കൂട്ടി കൊടുക്കണം. ഡോസ് കൂട്ടി കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ച് സാധനം വാങ്ങണ്ടേ? ഇതിന് ഭയങ്കര കാശാണ്. 2000, 10,000, 12,000, 25,000 എൻ്റെ ഇതിനും ഭയങ്കര കാശാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സ്വയം ജോലി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുന്ന് വരുമാനം ആദ്യമൊക്കെ ഓരോ നമ്മുടെ കളവ് പറഞ്ഞുകൊണ്ട് വാപ്പാൻ്റെയൊക്കെ ഉമ്മാൻ്റെയൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. പിന്നെ അത് കിട്ടാതെയാവും. പിന്നെ അവർക്ക് തന്നെ മനസ്സിലാവും ഇതിനെല്ലാം കൊണ്ടുപോകണമെന്ന് മനസ്സിലാവും. പിന്നെ കോളേജിൽ ഫീസ് കൊടുക്കാനാണ് വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഓരോ പിന്നെ പ്രൊജക്റ്റ് ഉണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോകും. പക്ഷേ അതൊന്നും ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ പറ്റിയാൽ പക്ഷേ ഇവന് ഓരോ ദിവസവും ഇതിൻ്റെ അളവ് കൂടണ്ടേ? പിന്നെ എന്താ ചെയ്യുക? അപ്പോഴാണ് എന്ത് ചെയ്യണത്? വീട്ടിൽ നിന്ന് എവിടെ നിന്നൊക്കെ അതിന് ആധാരം കൊണ്ടുവച്ചാലും വേണ്ടില്ല, ഉമ്മാൻ്റെ പിന്നെ കഴുത്തിലുള്ള മാല പൊട്ടിച്ചാലും വേണ്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അടുത്തൊരു കേസ് വന്നത്. ഒരു പിന്നെ ചെറുപ്പക്കാരത്തിന് അടിമയായിട്ട് അവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും. കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ കൂട്ടാണ്ടങ്ങനെ കത്തിനെടുക്കും. പിന്നെ ഈ സ്ത്രീ എന്താ ചെയ്യുക? ഈ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന സ്ത്രീയാണ്. അതാ കിട്ടുന്ന കാശ് അവിടെയും ഇവിടെയും കൊണ്ടുവന്ന് ചുരുട്ടി വെച്ചിട്ടുണ്ടാവും, എടുത്ത് കൊടുക്കന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ദിവസം കൊണ്ട് എത്തുന്നതല്ല, 2 ദിവസം കൊണ്ട് എത്തുന്നതല്ല. നമ്മളെ മക്കളെ ശരിക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ വളർത്തിയിട്ടില്ലെങ്കിൽ ഏത് സമയത്തും ആർക്കും ഇതൊക്കെ സംഭവിക്കാം. ഈ പറയുടെ എനിക്ക് വരെ സംഭവിക്കാം. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനെന്താ മാർഗം എന്നറിയോ? നമ്മളെ മക്കൾ എത്ര ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠിക്കുകയാണെങ്കിലും ആ പഠനത്തിൻ്റെ ഇടയിലൊരു സമയം ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ അവരെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കണം. അതിനാണ് എന്താ പറയുക, നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സംവിധാനം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കിക്കുന്നത്. അവർക്ക് പ്രത്യേക CRE ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അവർക്ക് സംവിധാനങ്ങൾ. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെ ഒരുമിച്ച് കൂടുന്നു, നല്ല കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നു, ചിന്തിക്കുന്നു.
അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് അവരുണ്ടാകുക. അവരെ കൂട്ടുകെട്ട് അങ്ങനെയായിരിക്കും. അപ്പോൾ അതിനൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു ക്യാമ്പ് ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ദീനീബോധമുള്ള രക്ഷിതാക്കളും പോലും പറയും അവന് വരാൻ പറ്റില്ല. അറിയും എന്താ സംഭവം, അവന് മറ്റേ കോഴ്സിനാണ്, അവന് കുറേ പഠിക്കാനുണ്ടാവും, അവനിതിനൊന്നും വന്നാൽ അവൻ്റെ പഠനമൊക്കെ ആകെ പ്രശ്നമാവും. ഇതിനൊരു അരമണിക്കൂർ ഇവിടെ വന്നിരുന്നാൽ പിന്നെ പ്രശ്നമാകണ പഠനം എന്താ? എന്നാൽ ആ കുട്ടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള കല്യാണത്തിന് 3 ദിവസം പോകുന്നുണ്ട്. അതുപോലത്തെ അത്യാവശ്യമില്ലാത്ത ടൂർ എത്രയോ ദിവസം പോകുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരെ കൂടെ പിന്നെ വേറെ പല സ്ഥലങ്ങളിലേക്കും ടർഫുക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് എന്താ അവന് പരീക്ഷനെ ബാധിക്കാത്തത്? അതിനൊന്നും പോയാൽ പരീക്ഷനെ ബാധിക്കില്ല. ഇതിനെന്തെങ്കിലും ഒരു ക്ലാസ്സിന് വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോവുക, അപ്പോൾ ഇങ്ങനെ അവൻ്റെ ക്ലാസ്സിനൊക്കെ ബാധിച്ച് ആകെ പ്രശ്നമാകുന്നു. രക്ഷിതാക്കളെന്നെ പറയണത്. അപ്പോൾ പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ കുട്ടികൾക്കും എന്ത് ചെയ്യും, ഈ കുട്ടികളുടെ സ്വഭാവം എന്താ പറയുക, ഇപ്പോൾ ഒരു ക്ലാസ് നടക്കുന്നുണ്ടല്ലോ, നമ്മൾ എത്ര കുട്ടികൾ ഇവിടെ ഉണ്ട്, ഇന്നിപ്പോൾ സ്കൂളില്ലാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് വേറെ പരീക്ഷ ഒന്നും ഇല്ലാത്ത കുട്ടികളുണ്ടാവും. പക്ഷെ അവർ വരൂല. അവരെന്താ, വീട്ടിൽ നിന്ന് വാപ്പയും ഇമ്മയും എല്ലാവരും പോകുന്ന വീട് കാലിയാണല്ലോ, അവിടെ നല്ല ഇൻ്റർനെറ്റുള്ളൊരു സിസ്റ്റം സൗകര്യവും കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ അത് മതി അവർക്ക്. ഇതാ സംഭവം. എന്നിട്ട് ഓരോ ന്യായങ്ങൾ നമ്മളോട് പറയും, അത് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ അല്ലാന്ന് പറയും. നമുക്കും തന്നെ അവൻ പഠിക്കായിരിക്കും, അവന് പഠിക്കാണ്ടാവും എന്ന് പറയും. പിന്നെ ഇവർക്ക് പിന്നെ ഇതോ വായനയെ പറ്റി ഉപദേശത്തെ പറ്റി എന്താ അവർ കാണുന്നത്? അവിടെ നിന്ന് അവർ റീൽസാണ് കാണുന്നത്. ഈ റീൽസിൽ എന്താ ഉള്ളത്? ഈ ഉപദേശം എന്നൊക്കെ പറഞ്ഞത് തന്ത വൈബാണ്, അതൊക്കെ ഈ വയസ്സന്മാർ പറയുന്ന വർത്താനാണ്, ഒന്നും നമ്മൾക്കുള്ളതല്ല. ഇതിനെ കളിയാക്കുന്ന സാധനമാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിത് കൊണ്ടുപോയി കണ്ട് ഈ ക്ലാസ്സും പരിപാടിയും പറഞ്ഞത് എന്ത് ക്ലാസ്? ഈ ബോധം ഉണ്ടാവില്ല. അവസാനം ഇവർ ഡോക്ടറോ എൻജിനീയറോ അങ്ങനെ എന്ത് ആയാലും ഈ ദീനീ ബോധം അവർക്കില്ലെങ്കിൽ ഞാൻ എഴുതി വെച്ചോളിയും, പരലോകത്തേക്കൊന്നും നിൽക്കണ്ട, ഈ ദുനിയാവും തന്നെ നമുക്കൊല കിട്ടൂല. ഈ ദുനിയാവും തന്നെ കിട്ടൂല. നമ്മൾ പ്രായമായിട്ട് ഒരു ചികിത്സക്ക് ആവശ്യമുള്ളൊരു സമയം വരുന്ന സമയത്ത് മകൻ അന്വേഷിക്കുമ്പോൾ ബാംഗ്ലൂരാവും, അല്ലെങ്കിൽ അമേരിക്കയിലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെസ്റ്റേൺ കൺട്രിയിലാവും. അവിടുന്ന് വിളിച്ചിട്ട് പറയുന്നത് എനിക്കിപ്പോൾ ഇവിടുന്ന് ലീവ് കിട്ടൂല, നല്ല പ്രശ്നമാണ്, അത് ഞാൻ ഹോസ്പിറ്റലിലെ ബില്ലും കാര്യമൊക്കെ ഞാൻ ഇവിടുന്ന് ഓൺലൈനായിട്ട് അയച്ചു കൊടുത്തോളാം അറിയും. അത്രേ പറയുള്ളൂ, ഇവിടുന്ന് തന്നെ കിട്ടൂല. അതുകൊണ്ട് ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഈ ലഹരിയിലേക്കും മറ്റു സാധനത്തിലേക്കൊന്നും ഒരു സുപ്രഭാതത്തിലല്ല കുട്ടികൾ പോകുക. അങ്ങനത്തെ ഒരു കമ്പനിയിലും സാഹചര്യത്തിലും അവർ പെടുമ്പോഴാണ് അതിൽ പോയി പെടുന്നത്. അപ്പോൾ അതിൽ പോകാതെ നല്ലൊരു കൂട്ടുകെട്ടിൽ അവരെ നിലനിർത്തുക എന്നിടത്ത് നമുക്ക് ബോധം വേണം. അത് കുട്ടികളങ്ങനെ പറയണം, പറഞ്ഞാൽ കേൾക്കണില്ല എന്ന് ആൾക്കാർ പറയാം. അത് ഒരു ദിവസം കൊണ്ട് അങ്ങനെ ആയതല്ല, നമ്മളെ സമീപനം കൊണ്ട് അങ്ങനെ ആയതാണ്. എന്താ, നമ്മളെ മകനല്ലേ, നമ്മളെ മകളല്ലേ, നമ്മൾ വളർത്തിയ ആ രീതിയിൽ വരൂലേ? അവസാനം വെച്ച് പിടിച്ച് പൊട്ടിക്കാൻ നിന്നാൽ വരൂല, അപ്പം പിന്നെ മേത്ത് കെടുക്കും, അതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളിത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നല്ല നിതാന്തമായ ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദുകും അൻ സബീലിൽ അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. നിശ്ചയമായും പിശാച് ഈ മദ്യത്തിലൂടെ നിങ്ങൾക്കിടയിൽ ശത്രുതയും കുഴപ്പവും ഫസാദും ഭിന്നതയൊക്കെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ദീനിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു, നിസ്കാരത്തിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കൊണ്ടുപോകുന്നു. അതൊക്കെയാണ് എന്ത് ഈ ലഹരി സാധനങ്ങൾ ചെയ്യണത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, നമ്മുടെ ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കി അതിനെ സജീവമാക്കി നിലനിർത്തുക എന്നത് ഇസ്ലാം വളരെ പ്രധാനമായി കാണുന്നൊരു കാര്യമാണ്. അത് ഇസ്ലാമിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ബുദ്ധിയെ ഏറ്റവും സക്രിയമായി നിലനിർത്താൻ നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് വായിക്കുക. അപ്പോൾ നമ്മളെ ബുദ്ധി എപ്പോഴും എന്ത് ചെയ്യും? ഫ്രഷായിട്ട് നിൽക്കും. അതിനാണ് എന്ത് ഇതുപോലുള്ള ക്ലാസ്സുകൾ, അതിനാണ് വെള്ളിയാഴ്ചയുള്ള ഹുത്തുബകൾ, അതിനാണ് ആഴ്ചതോറും ഇപ്പോൾ നമ്മുടെ നേർപ്പദം എന്ന് പറയുന്ന നമ്മുടെ ഒരു വാരികയുണ്ട്. പല ആൾക്കാരും നേർപ്പദം ചേർത്തോ എന്ന് ചോദിച്ചാൽ പറയുന്നത് അത് ചേർത്തിട്ടുണ്ട്, റാപ്പർ പൊട്ടിക്കലോടി ഇല്ല. ചില ആൾക്കാർ പറയാം റാപ്പർ പൊട്ടിക്കൽ എന്തോ ഒരു ഭയങ്കര അഭിമാനപൂർവ്വം പറയേണ്ട സംഭവമായിട്ടുണ്ട്. ഞാൻ റാപ്പർ കൂടിയും പൊട്ടിക്കലില്ല. അത് മഹാ അപമാനം എന്നല്ലാതെ എന്താ? ഒരു നല്ല വിശുദ്ധ ഖുർആൻ്റെ തിരുസുന്നത്തിൻ്റെ ആശയങ്ങളുള്ള ഒരു സാധനം ആഴ്ചയിൽ കിട്ടിയിട്ട് അത് ഞാൻ പൊട്ടിക്കലുമില്ല എന്ന് പറഞ്ഞാൽ അതൊരു അപമാനമാണ് ശരിക്ക്. അത് പൊട്ടിച്ച് വായിക്കണം. അത് വായിക്കുമ്പോഴാണ് ആ ആഴ്ചയിൽ നടന്ന പല സംഭവങ്ങളും അതിൻ്റെ ഇസ്ലാമിക മാനങ്ങൾ എന്താണ്, അതിൻ്റെ ഇടയിലുള്ള അപകട കെണികൾ എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നമുക്കുള്ള ബുദ്ധി വികസിക്കുള്ളൂ. അപ്പോഴാണ് നേർനിർശയം നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ പണിയൊന്നും നമ്മൾ എടുക്കൂല.
എന്നാൽ അതിന് പകരം വേറെയുള്ള അതിൻ്റെ നെഗറ്റീവ് സാധനങ്ങളൊക്കെ കാണും വായിക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെ നമ്മളെ മക്കളും നമ്മളെ കുടുംബം ശരിയായ രൂപത്തിലേക്ക് വരിക? ഒരിക്കലും വരില്ല. അപ്പോൾ നന്നായി നല്ലത് വായിക്കണം, നല്ലത് കേൾക്കണം. അപ്പോൾ നല്ല ചിന്തകളുണ്ടാവും. അപ്പോൾ ബുദ്ധി എപ്പോഴും പ്രവർത്തനക്ഷമമാവും. അപ്പോൾ നമ്മളെ വീട്ടിൽ സുരക്ഷിതത്വം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇസ്ലാം ബുദ്ധിയെ സംരക്ഷിച്ച് നിർത്താൻ ശ്രമിച്ചത്. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്പത്തിൻ്റെ സംരക്ഷണമാണ്. സമ്പത്ത് ശരിയാം വിധത്തിൽ കൈകാര്യം ചെയ്യുക. അതുകൊണ്ടാണ് കൃഷി, കച്ചവടം, തൊഴിൽ, അധ്വാനം ഇതിനൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ പലിശ, മോഷണം, ചതി ഇത്തരം സംഗതികളൊക്കെ എന്ത് ചെയ്തു? ഇസ്ലാം നിരോധിക്കുകയും ചെയ്തു. അത് കാരണം എന്താ? പലിശയിൽ അധിഷ്ഠിതമായൊരു സാമൂഹ്യ വ്യവസ്ഥിതി വന്നാൽ ആ സമൂഹം നശിക്കും. തർക്കമൊന്നും വേണ്ട കാര്യത്തിൽ. അതല്ലെന്ന് നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻ മന്ത്രി തോമസ് ഐസക്ക് പഠിച്ച് അവസാനം പറഞ്ഞാൽ എന്താ അറിയുമോ? എത്തിയതെന്താ അറിയുമോ? ഇസ്ലാമിക് ബാങ്കിങ് എന്ന സംവിധാനമുണ്ട്, പലിശരഹിതത്തിൽ അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ. അതുകൊണ്ട് മാത്രമേ നമ്മളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ. പ്രൊജക്റ്റ് കൊണ്ടുവന്നത് കേരള സർക്കാർ അത് അംഗീകരിക്കാനും പാസ്സാക്കാനും നിൽക്കുന്ന സമയത്ത് അതിന് ഇസ്ലാമിക് ബാങ്കിങ് പേര് വന്നപ്പോൾ കുറച്ച് ആൾക്കാർ കച്ചറുണ്ടാക്കി വന്നു. അത് നടപ്പാക്കാൻ പറ്റിയില്ല. അതായത് ഈ പലിശയിൽ അധിഷ്ഠിതമായ സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് വളരാൻ കഴിയില്ല എന്നത് എല്ലാവർക്കും തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പലിശ നിരോധിച്ചത്. അപ്പോൾ ഇസ്ലാം വിരോധിച്ച ഏതൊരു കാര്യവും നമുക്ക് സുരക്ഷിതത്തിനായിരിക്കും. ഇപ്പം നേരത്തെ തിരുവനന്തപുരത്ത് പറഞ്ഞ ആ കൂട്ടക്കൊലപാതകമല്ലേ, അതിൻ്റെ കാരണം ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് എവിടെ? ധൂർത്താണ് അല്ലേ? പിന്നെ 1 കോടിയോളം രൂപ ഇവന് കടമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉമ്മാമാനോട് പോയിട്ട് പിന്നെ ഇത് വാങ്ങി, അത് ചോദിച്ചപ്പോൾ തന്നില്ല. ഈ ആർഭാട ജീവിതത്തിന് ചിറകണ് മുളച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പറക്കുകയും ചെയ്യുക, കടങ്ങനെ വാങ്ങുകയും ചെയ്യുക. ഈ മാനസികാവസ്ഥയ്ക്ക് മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ വീടും നാടും ഒക്കെ നശിക്കും. അതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് പറഞ്ഞത്? ഹലാൽ ഹറാം, ആ ഹറാമിൻ്റെ വഴിക്ക് നമ്മൾ പോകാൻ പാടില്ല, ഹലാലിൻ്റെ വഴിയിലൂടെ നമ്മൾ പോകാൻ പാടുള്ളൂ. കാരണം ഇവിടുന്ന് ഒക്കെ രക്ഷപ്പെട്ടാലും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളെ കാൽപാദം മുന്നോട്ട് വെക്കണമെങ്കിൽ മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടുന്നാണ് സമ്പത്ത് ഉണ്ടാക്കിയത് എന്നോ എങ്ങനെയാണത് ചെലവഴിച്ചത് എന്നും ചോദിക്കാതിരിക്കൂല എന്നാണ്. അതിൻ്റെ മറുപടി നാളെ പരലോകത്ത് കൊടുക്കേണ്ടി വരും. ഇവിടുന്നൊക്കെ ചിലപ്പോൾ ഒക്കെ മൂടിയേക്കാൻ പറ്റും. അവിടെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാശിൽ ഹറാമിൻ്റെ ഒരു അംശം എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. പലിശയുമായി ബന്ധപ്പെട്ട് ഏർപ്പാടുണ്ടാകാൻ പാടില്ല. അതുപോലെ നമ്മുടെ സമ്പത്ത് ശുദ്ധിയാക്കണം. ആ ശുദ്ധിയാക്കാനുള്ള മാർഗം എന്താ? അതിൻ്റെ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ 2.5% സക്കാത്ത് കൊടുത്ത ബാക്കി അപ്പോഴേ കാശ് വൃത്തിയാകുള്ളൂ. പക്ഷെ ആളുകൾ ധാരണ സക്കാത്തിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ സക്കാത്തൊക്കെ വീടിയിട്ടുണ്ടാവും എന്നാണ് പറയാം. എങ്ങനെ വീട്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആൾ വീട്ടിലൊന്ന് നിന്ന് അയാൾക്ക് കുറച്ച് പൈസ കൊടുത്തു, മറ്റേ പള്ളിക്ക് കുറച്ച് കൊടുത്തു, ഇവിടെ മദ്രസിന് കുറച്ച് കൊടുത്തു, അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ എത്രയോ പിരിവ് കൊടുക്കും. അതൊക്കെ ശരിക്കും എഴുതി വെക്കുകയാണെങ്കിൽ എൻ്റെ സക്കാത്തിനേക്കാളും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഈ വിശ്വാസത്തിൽ ഇങ്ങനെ പോവുകയാണ്. എന്നാൽ ഓർത്ത് വെച്ചോളി, 2 ടേം ഉണ്ട് പിന്നെ ഇസ്ലാമിൽ. ഒന്ന് സക്കാത്ത്, മറ്റൊന്ന് സ്വതക്ക. ഈ പറഞ്ഞൊക്കെ സ്വതക്കയിലാണ് വീട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് കൃത്യമായ രൂപമുണ്ട്. അതിന് ഓരോന്നിനും പിന്നെ നിസാബുണ്ട്. സ്വർണത്തിന് പ്രത്യേകമുണ്ട്, നാണയത്തിന് പ്രത്യേകമുണ്ട്, കൃഷിക്ക് പ്രത്യേകമുണ്ട്, കന്നുകാലികൾക്ക് വേറുണ്ട്, കച്ചവടത്തിന് വേറുണ്ട്. അതൊക്കെ പരിശോധിച്ച് ഒരു മാസത്തത് ഒരു കൊല്ലത്തത് കണക്ക് കൂട്ടി എന്നിട്ട് ഇത്ര കാശ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കി 2.5% എന്ത് ചെയ്യണം? കൊടുക്കണം. പിന്നെ അത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ല. 8 വിഭാഗമുണ്ട്. ആ 8 വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണം? അത് ധനികനിൽ നിന്ന് കലക്ട് ചെയ്ത് ദരിദ്രർക്ക് വിതരണം ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്ത് നടക്കുന്നുണ്ട് അവിടെ? കലക്ഷൻ എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട്. പിന്നെ വിതരണം നടന്നൊരു സംഭവം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊരു കൂട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ആമിലീങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ളിടത്തൊക്കെ എന്തുണ്ടാവും? അതിന് ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാവും. അത് ഇസ്ലാമിക ഗവൺമെൻറ് അല്ലാത്ത നമ്മളെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും? അതിന് പകരമാണ് നമ്മൾ ഈ മഹല്ല് സംവിധാനങ്ങളൊക്കെ. ഇപ്പോൾ സൗദി അറേബ്യയിൽ പള്ളി നടത്തുന്നത് ആരാ? മഹല്ല് കമ്മിറ്റിയാണോ? അല്ല, അതവിടുത്തെ ഗവൺമെൻറ് നടത്തുന്നത്. പള്ളി നടത്തുന്നത് ഗവൺമെൻറ്റാണ്. അതിന് ഔക്കാഫ് മന്ത്രാലയമുണ്ട്. ആ മന്ത്രാലയമാണ് പിന്നെ അതിന് ശമ്പളം കൊടുക്കുക, സംവിധാനങ്ങൾ ചെയ്യുക. മനസ്സിലായോ? എന്നാൽ നമ്മളെ നാട്ടിൽ പള്ളി നടത്തുന്ന ആരാ? ഇവിടെ ഇസ്ലാമിക ഗവൺമെൻറ് അല്ല, നമ്മളതിന് മഹല്ല് സംവിധാനം ഉണ്ടാക്കി. എല്ലാം അങ്ങനെയാണ്. പക്ഷെ സക്കാത്തിൻ്റെ കൊടുക്കണം വരുമ്പോൾ അതൊക്കെ ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ളിടത്ത് കൊടുത്താൽ മതി, ഇവിടെ കൊടുക്കണ്ട. സംഘടിത സക്കാത്തൊന്നും ഇസ്ലാമിലില്ല. അപ്പോൾ പറയുന്ന ആൾക്കാർ കേട്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ സംഘടിത നിസ്കാരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ ന്യായം വെച്ച് പറയണമെങ്കിൽ അപ്പം അതൊന്നൊരു ശരിയായ നിലപാടല്ല. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക, സക്കാത്ത് കണക്ക് കൂട്ടി എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ നമ്മുടെ സക്കാത്ത് സംവിധാനം സുസംഘടിതമായി മുന്നോട്ട് പോകുന്നുണ്ട്.
എത്ര ആളുകൾക്കാണ് വീട് വെച്ച് കൊടുത്തത് കഴിഞ്ഞ വർഷം? എത്ര ആളുകൾക്കാണ് തൊഴിലിൻ്റെ മാർഗങ്ങൾ തുറന്നു കൊടുത്തത്? എത്ര ആളുകൾക്ക് പിന്നെ രോഗത്തിനുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്തു കൊടുത്തു? അതൊക്കെ നമ്മൾ ഓരോരുത്തരും സക്കാത്തിൻ്റെ പണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായി കൊടുക്കുക. അങ്ങനെ സമ്പത്ത് സുരക്ഷിതമാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണമാണ്. ആ കുടുംബത്തിൻ്റെ സംരക്ഷിക്കേണ്ട പ്രധാന സംഗതി ഏതാണ്? വിവാഹമാണ്. വിവാഹത്തിന് നമ്മൾ ഒരിക്കലും കളിയാക്കാൻ പാടില്ല. വിവാഹത്തിലൂടെ അല്ലാതെ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇന്ന് സംഭവിക്കുന്നത് എന്താ? വിവാഹത്തിനെ മോശമായി കാണുകയും വ്യഭിചാരത്തെ വളരെ കുറേ പേരിട്ട് ലിവിങ് ടുഗദർ അല്ലേ, അങ്ങനെയൊക്കെയുള്ള ഓരോ പേരിട്ടുങ്ങാണ്ട് വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഇറങ്ങിപ്പോവുക, ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോവുക, അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുക. വ്യത്യസ്ത ജാതിക്കാരും മതങ്ങളുമായിട്ട് ജീവിക്കുക, അതിനൊന്നൊരു കുഴപ്പമില്ല, അതിന് വിമർശിക്കാൻ പാടില്ല. ഒരേ വീട്ടിൽ തന്നെ താമസിക്കുക. അപ്പം നേരത്തെ പറഞ്ഞ ഈ തിരുവനന്തപുരത്തെ സംഭവം ഇതിനൊക്കെ തെളിവ് നമുക്കതിൽ കാണുന്നുണ്ട്. അതിലൊരു കുട്ടിനെ കൊന്നതാരെ 3 ദിവസം മുമ്പ് വേറൊരു പെരിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന കുട്ടിയാണ് അല്ലേ? നിങ്ങളാരെങ്കിലും പെരിയിൽ വേറെ ഒരു വീട്ടിലത്തെ ഒരു പെൺകുട്ടിനെ നിങ്ങളെ മകൻ കൊണ്ടുവന്ന് 3 ദിവസം പാർപ്പിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? കല്യാണം നിക്കാവൊന്നുമില്ലാതെ എന്തായിരിക്കും അവസ്ഥ? അതവിടെ സഹിച്ചില്ലേ, അത് കൊണ്ടുവരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് മുസ്ലിം വീടുകൾ എത്തിയിട്ടുണ്ട്. അല്ല എന്താ ഈ പറയുന്നത്? ഇതാ പ്രശ്നം. അപ്പോൾ അതിനോടൊക്കെ നമ്മൾ താതാത്മ്യപ്പെടുകയാണ്. അതൊന്നൊരു കുഴപ്പമില്ല എന്നുള്ളത്. അത് വലിയ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കണത്, ഓരോക്കെ അങ്ങനെ ജീവിക്കണത്, പിന്നെ എന്താ കുഴപ്പം? ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. അവിടെയാണ് കുടുംബം പൊളിയണത്, കുടുംബം നശിക്കണത്. ഈ കുടുംബം നശിക്കുമ്പോഴാണ് മക്കൾ അവിടെ നിന്ന് സ്വതന്ത്രമാകുന്നത്. ആ സ്വാതന്ത്ര്യമാണ്, ആ ലിബറലിസമാണ് ഇങ്ങനെയുള്ള എല്ലാ തിന്മകളിലേക്കും തെറ്റുകളിലേക്കും സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്താ കേരളത്തിൽ കുറ്റകൃത്യം അങ്ങനെ പെരുകാൻ കാരണം? കേരളത്തിൽ കുറ്റകൃത്യം പെരുകാൻ കാരണം വേറൊന്നുമല്ല, ഈ അന്തരീക്ഷമൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കൊതുകിൻ്റെ ബാറ്റ് മാത്രം വാങ്ങിയാൽ പോരാ. ആ കൊതുകുണ്ടാകണ ചളി കെട്ടി നിൽക്കണ ഒരു സ്ഥലം ഉണ്ടാവും, ആ വെള്ളം അവിടുന്ന് ഒഴിവാക്കുകയും വേണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? കൊതുക് മുട്ടയിടാതെ പിന്നെ കൊതുക് ഇല്ലാതിരിക്കുള്ളൂ. പിന്നെ കൊതുകുണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പരിപാലിക്കുകയും ചെയ്യുക. എന്നിട്ട് കുറേ ബാറ്റ് വാങ്ങിക്കാണ്ട് ഇങ്ങനെ മിന്നിയിട്ട് എന്താ കാര്യം? അതിലേറെ ഇരട്ടി ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഈ ലിബറലിസത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും. എന്നിട്ടോ കുട്ടികൾ ലഹരിയിലേക്ക് പോവുകയാണ്, പ്രണയത്തിലേക്ക് പോവുകയാണ്, പ്രണയക്കൊലപാതകം നടത്തുകയാണ്, റാഗിങ് നടത്തുകയാണ്, അധ്യാപകരെ നേരെ കുരച്ചുകയാണ്. അതിനൊക്കെയുള്ള നിയമങ്ങളിവിടെ ഉണ്ട്, അതിനൊക്കെ സംരക്ഷിക്കുന്ന നിയമങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ എവിടെ ആദ്യം പണിയെടുക്കേണ്ടത്? ഈ സാഹചര്യത്തെ ഇല്ലാതെയാക്കണം. അവിടേക്ക് കേരളം ചർച്ച ചെയ്യണം, ചിന്തിക്കണം. ആ ചിന്ത എത്രത്തോളം വൈകുന്നുവോ അത്രയും കുരുതിക്കളങ്ങൾ കേരളത്തിൽ ഇനിയും നമ്മൾ കാണേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഓരോ ദിവസവും വരുന്ന വാർത്ത എന്താ? അപ്പം ഇസ്ലാം സുരക്ഷിതം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ആശയങ്ങളിലേക്ക് ലോക സമൂഹം മടങ്ങുകയല്ലാതെ ഈ കാണുന്ന നരനായാട്ടിന് അറുതിയുണ്ടാക്കാൻ നമുക്ക് കഴിയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. 6-ാമത്തെ കാര്യം അഭിമാനമാണ്. ഒരാൾ അഭിമാനത്തെ തൊട്ട് കളിക്കാൻ പാടില്ല. അതിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൊടുക്കുന്നത്. വ്യക്തിത്വത്തെ മാനിക്കാനും മനുഷ്യനെ ആദരിക്കാനും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നാൽ ഇന്ന് മുസ്ലിം ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങളൊക്കെ അഭിമാനം ഞങ്ങളെ കയ്യിലാട്ടോ അല്ലേ? ഇസ്ലാമിക പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാൾ പ്രസംഗിച്ചാണെന്ത്? നിങ്ങളൊക്കെ അഭിമാനം ഞങ്ങളെ കയ്യിലാണ്. എന്ത് വർത്താനം പറയണത്? അങ്ങനെ നമ്മളെ അഭിമാനമൊന്നും ആരും കയ്യിലല്ല, അതൊക്കെ പടച്ചോൻ്റെ അടുത്താണ്, അള്ളാൻ്റെ അടുത്താണ്. ഒരാളെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രീതിയിൽ സംസാരിക്കാനും പാടില്ല. ഇങ്ങനെ ഈ 4-5-6 കാര്യങ്ങൾ അത് നമ്മൾ വ്യക്തിജീവിതത്തിൽ പാലിച്ചാൽ, കുടുംബജീവിതത്തിൽ പാലിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ സുരക്ഷിതത്വം. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? ഈ 6 കാര്യങ്ങളിൽ ബന്ധിതമായിക്കൊണ്ടാണ് ഇസ്ലാമിൻ്റെ എല്ലാ ഹുക്കുമുകളും ഉണ്ടാകുക, എല്ലാ നിയമങ്ങളും ഉണ്ടാകുക. ആ നിയമങ്ങളൊക്കെ പാലിക്കുന്നത് ഈ 6 കാര്യം സംരക്ഷിച്ച് നിർത്താനാണ്. ഇത് സംരക്ഷിച്ച് നിർത്തുമ്പോഴാണ് ലോകം സുരക്ഷിതമാവുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം സുരക്ഷക്ക് എന്ന ഈ ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് നമ്മൾ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക, സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ നോറ്റ മുഴുവൻ നോമ്പുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനിയുള്ള എല്ലാ നോമ്പും നോൽക്കാനുള്ള ശാരീരികമായ ആഫിയത്ത് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറേയധികം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്. അവർക്കൊക്കെ അവരുടെ രോഗം അല്ലാഹു സമ്പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനായ ശേഷവും നമ്മളിൽ നിന്ന് കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നമ്മെയും നമ്മുടെ കുടുംബത്തെയും
ആ ഉന്നതമായ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.